ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് എത്രമാത്രം എമൗണ്ട് ഓഫ് കൺസോളിഡേഷൻ ഒരു സോയിലിന് വരും എന്ന് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കൺസോളിഡേഷനെ കുറിച്ച് പഠിക്കുന്നത്? കൺസോളിഡേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സെറ്റിൽമെൻ്റ് ആണ്. അതായത് ഒരു സോയിൽ സെറ്റിലായി പോവും. ആ സെറ്റിൽമെൻറ്റ് എത്ര എമൗണ്ട് ഓഫ് സെറ്റിൽമെൻറ്റ്, എത്ര ഡെപ്ത് അത് സെറ്റിൽ ചെയ്യും, ആ സെറ്റിൽമെൻറ്റിന് എടുക്കുന്ന ടൈം, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ ഫുള്ള് പഠിക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്താൽ മാത്രമേ നമ്മളുടെ ബിൽഡിംഗ് സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് സെറ്റിലായി പോകും. സോ നമ്മൾ ഇത് മെയിനായിട്ട് സെറ്റിൽമെൻറ്റ് പറയുന്നത് കൺസോളിഡേഷൻ സെറ്റിൽമെൻ്റ് ആണ്. ഈ ചാപ്റ്റർ പറയുന്നത് സെറ്റിൽമെൻറ്റ് പല രീതിയിലുള്ള സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് കൺസോളിഡേഷൻ സെറ്റിൽമെൻ്റ് ആണ്. കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് പ്രീഡൊമിനൻറ്റ് ഇൻ ക്ലേ ഓൺലി, സാച്ചുറേറ്റഡ് ക്ലേ ഓൺലി. സാൻഡിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, പക്ഷേ അത് ക്യുക്കാണ്, പെർമിയബിലിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ക്ലേയിൽ പെർമിയബിലിറ്റി വളരെ കുറവാണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പുറത്ത് പോകുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് കൺസോളിഡേഷൻ നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ അത് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ക്ലേ സോയിലിന് മാത്രമാണ്. അപ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഇക്വേഷനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു H0 CC log to the base 10 sigma 0 bar plus delta sigma bar divided by sigma 0 bar the all divided by 1 plus E0. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ആണ്. ഡെൽറ്റ എച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് സെറ്റിൽമെന്റ് ആണ്. H0 എന്ന് പറയുന്നത് ഇനീഷ്യൽ തിക്നെസ് ഓഫ് ക്ലേ. നമ്മൾ ഈ ക്ലേ ലെയറിലാണ് തിക്നെസ് നോക്കുന്നത്. CC എന്ന് പറയുന്നത് എന്താ? കംപ്രഷൻ ഇൻഡെക്സ്. ഇനി ഇതിനകത്ത് സിഗ്മ സീറോ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ലെയർ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ ഓവർ ബേർഡൻ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ്. ഇനീഷ്യൽ ഓവർ ബേർഡൻ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന സാധനം ഇനീഷ്യൽ ആയിട്ടുള്ള അതിന്റെ എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയർ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്ലേ ലെയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ലെയർ മൂലം താഴെ വരുന്ന ഒരു ലെയറാണ് ഈ ലെയർ. സോയിൽ ക്ലേ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ക്ലേ ലെയർ ഉണ്ടെങ്കിൽ ഈ ക്ലേ ലെയറിന്റെ സെറ്റിൽമെന്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഒരു ക്ലേ മണ്ണ്, അതിന്റെ മേളിൽ ലോഡ് വരുന്നു, അത് സെറ്റിൽ ഉണ്ടാവും. നമ്മൾ അത് എവിടെ മെഷർ ചെയ്യുന്നത്? സെറ്റിൽ ചെയ്യുന്നത് പല സ്ഥലത്തെ സോയിൽ പാർട്ടിക്കിൾസ് മാറുമ്പോഴാണ് സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. അത് മേളിലുണ്ടാവും, താഴെ ഉണ്ടാവും, എവിടെ ഉണ്ടാവണം. പക്ഷെ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ സെറ്റിൽമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലേയിന്റെ മിഡിൽ ലെയറിലുള്ള സെറ്റിൽമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കൺസോളിഡേഷൻ സെറ്റിൽമെന്റ്, ക്ലേയുടെ കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ക്ലേയുടെ മിഡിൽ ലെയറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ലെയറിൽ വരുന്ന ഓവർ ബേർഡൻ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സിഗ്മ 0 എന്ന് പറയുന്നത് മിഡിൽ ലെയർ വരുന്ന ഓവർ ബേർഡൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെയറിന് മുകളിലുള്ള സോയിൽ മൂലം ഇവിടെ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ്, അവിടുത്തെ സിഗ്മ കണ്ടുപിടിക്കണം, യു കണ്ടുപിടിക്കണം. സിഗ്മ മൈനസ് യു ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരെയുള്ള സ്ട്രെസ് വരും. അപ്പോൾ ഏത് ലെയർ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ലെയർ വരികയാണ്. ഇവിടെ ക്ലേ ലെയർ 1 ഉണ്ട്, ക്ലേ ലെയർ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലേ ലെയർ 1 സെറ്റിൽമെന്റ് ആദ്യം കണ്ടുപിടിക്കണം, ക്ലേ ലെയർ 2 സെറ്റിൽമെന്റ് കണ്ടുപിടിക്കണം. ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റത്തിന്റെ മൊത്തത്തിലുള്ള സെറ്റിൽമെന്റ് കിട്ടും. സിഗ്മ 0 വരുന്നു. ഇനിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സിഗ്മ ബാർ ആണ്. ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ലെയറിൽ എക്സ്ട്രാ നമ്മളൊരു ബിൽഡിംഗ് പണിയാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ലോഡ് വെക്കുന്നത് മൂലം വരുന്ന സ്ട്രെസ് ആണ്. ആ ലോഡ് മൂലം എക്സ്റ്റേണൽ ലോഡ് മൂലം വരുന്ന സ്ട്രെസ്സിനെയാണ് ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത്. ഈ 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്ട്രെസ്, ഇനീഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. E0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോയിഡ് റേഷ്യോനെയാണ് നമ്മൾ E0 എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു H0 തിക്നെസ്, CC കംപ്രഷൻ ഇൻഡെക്സ്, ഈ സിഗ്മ 0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ്, സിഗ്മ 0 ബാർ എന്ന് പറയുന്നത്
എക്സ്ട്രാ ലോഡ് വെച്ചത് മൂലമുള്ള സ്ട്രെസ് E0 എന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് കിട്ടും. പ്രോബ്ലം ഇത്രയാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സാൻഡിന്റെ സോയിലിന്റെ ലെയർ. സാൻഡുണ്ട്, ക്ലേ ഉണ്ട്. സാൻഡും ക്ലേയും ക്ലേയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ആണ്. സാൻഡ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ ക്ലേ ലെയർ. ക്ലേ ലെയറിന്റെ ഫൈനൽ സെറ്റിൽമെന്റ്. നമ്മളിവിടെ സെറ്റിൽമെന്റ് ചോദിച്ചാൽ പോലും നമ്മൾ ക്ലേ ലെയറിലുള്ള സെറ്റിൽമെന്റ് കാണുന്നുള്ളൂ. കാരണം കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് ക്ലേ ലെയറിൽ ഉണ്ടാവുള്ളൂ. ഷോൺ ഇൻ ദ ഫിഗർ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ പ്രഷർ 30 kN/m². ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ലോഡ് വെക്കുമ്പോൾ ഇവിടെ വരുന്ന പ്രഷറിനെയാണ് ഇൻക്രീസ്. അപ്പൊ നമുക്ക് ഡെൽറ്റ സിഗ്മ ബാർ ആണ് എത്രയാണ് തന്നിരിക്കുന്നത്? 30 kN/m² എന്ന് പറയുന്നത്. അറ്റ് മിഡ് ഹൈറ്റ് ഓഫ് ദ ലെയർ ടേക്ക് ഇൻക്രീസ് ഇൻ പ്രഷർ. ഈ ഇവിടെ വരുന്ന ഇൻക്രീസ് ഇൻ പ്രഷർ 30 kN/m² ആണ്. കാൽക്കുലേറ്റ് ദ സെറ്റിൽമെന്റ് വെൻ ദ വാട്ടർ ടേബിൾ റൈസസ് ടു ദ ഗ്രൗണ്ട് സർഫസ്. സോ ഈ കേസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള സെറ്റിൽമെന്റ് കണ്ടുപിടിക്കണം. ആദ്യത്തെ കേസിൽ ഇവിടെ വാട്ടർ ടേബിൾ ഒന്നുമില്ല. രണ്ടാമത്തെ കേസിൽ ഇവിടെ സർഫസിൽ ഒരു വാട്ടർ ടേബിൾ വരുമ്പോൾ രണ്ട് രീതിയിലും വരുമ്പോൾ ഉള്ള സെറ്റിൽമെന്റ്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കാൽക്കുലേറ്റ് ദ ഫൈനൽ സെറ്റിൽമെന്റ് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ വാട്ടർ ടേബിൾ റൈസ് ചെയ്യുമ്പോഴുള്ള സെറ്റിൽമെന്റ്. അപ്പോൾ എങ്ങനെയാണ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു CC log to the base 10 sigma 0 bar plus delta sigma bar divided by sigma 0 bar into ഇവിടെ ഒരു H0 കൂടെ ഉണ്ട് ഇക്വേഷനിൽ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് E0 ആണ്. CC എന്ന് പറയുന്നത് കംപ്രഷൻ ഇൻഡെക്സ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്മൾ ക്ലേ ലെയറിലാണ് നോക്കുന്നത്. ക്ലേ ലെയറിന്റെ കംപ്രഷൻ ഇൻഡെക്സ് 0.22 ആണ് തന്നിട്ടുണ്ട്. ലോഗ് ടു ദ ബേസ് 10 സിഗ്മ 0 ബാർ. എങ്ങനെയാണ് സിഗ്മ 0 ബാർ കിട്ടുന്നത്? സിഗ്മ 0 ബാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു ഓവർ ബർഡൻ സ്ട്രെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ്. സിഗ്മ 0 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലേ ലെയറിന്റെ മിഡിലാണ് നമ്മൾ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്. മിഡിൽ ലെയറിൽ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ് ആണ്. മിഡിൽ ലെയറിൽ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെയറിന് മുകളിലോട്ടുള്ള സോയിലും മൂലമുള്ള സ്ട്രെസ്. മിഡിൽ ലെയറിന് മുകളിലോട്ടുള്ള സോയിലും മൂലമുള്ള സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കണം? സിഗ്മ 0 ബാർ ഈസ് ഈക്വൽ ടു സാൻഡിന്റെ ഗാമ 20 ഇൻറ്റു അതിന്റെ തിക്നെസ് 40 പ്ലസ് ക്ലേയുടെ ലെയറിന്റെ ഇത്രയും ഭാഗത്തെ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കുക. ഇത്രയും ഭാഗത്തെ തിക്നെസ് എന്ന് പറയുന്നത് 1.25 ആണ്. അവിടുത്തെ 18 ആണ്. 18 ഇൻറ്റു 1.25. അപ്പം മൊത്തം സിഗ്മ 0 കിട്ടി. ഇനി യു കിട്ടുന്നത് അപ്പോൾ ഇത് എത്ര വിച്ച് ഈസ് ഈക്വൽ ടു 102.5 kN/m² ആണ്. ഇനി യു എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. കാരണം ഇതിന് മുകളിലോട്ട് നോക്കുമ്പോൾ വാട്ടർ ടേബിൾ ഒന്നും ഇല്ല, അതുകൊണ്ട് യു 0 ആണ്. സിഗ്മ 0 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ 0 മൈനസ് യു. അപ്പോൾ ഈസ് ഈക്വൽ ടു 102.5 kN/m². അതാണ് ഇവിടുത്തെ സിഗ്മ 0 ബാർ. സിഗ്മ 0 ബാർ എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മൾ ക്ലേയുടെ മിഡിൽ ലെയറിലാണ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്, അല്ല സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള സോയിൽ മൂലം വരുന്ന എഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പം സിഗ്മ 0 ബാർ എന്നുള്ളത് 102.5 എന്ന് കൊടുത്തു. ഇനി ഡെൽറ്റ സിഗ്മ ബാർ എഫക്റ്റീവ് എക്സ്ട്രാ വരുന്ന പ്രഷർ മൂലമുള്ളത് അത് 30 ആണ്. 30 kN ആണ്. ഡിവൈഡഡ് ബൈ ഇക്വേഷൻ അനുസരിച്ച് 102.5 തന്നെയാണ്. H0 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലേയുടെ തിക്നെസ് ആണ്. ഏത് ക്ലേ ലെയർ ആണോ ക്ലേ ലെയറിന്റെ തിക്നെസ്സിനെയാണ് H0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലേ ലെയറിന്റെ തിക്നെസ് 2.5 ആണ്. അതിട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് E0 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 പ്ലസ് 1.3. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0.0266 എന്ന് കിട്ടും. 66 അത്രയും മീറ്റർ ആണ് സെറ്റിൽമെന്റ്. 0.00266 മീറ്റർ ഇത്രയും സെറ്റിൽമെന്റ് സോയിലുണ്ടാവും. അപ്പൊ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഈ ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടേബിൾ ഒന്നുമില്ല. പിന്നെ പറയുകയാണ് ഇവിടെ മഴ പെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഇവിടത്തേക്ക് വെള്ളം കയറി വാട്ടർ ടേബിൾ ഇവിടം വരെ വന്നു. അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 2 എന്ന് പറയുന്നത് ഇതേ സ്ട്രേറ്റൻ തന്നെയാണ്. സാൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 20 4. ഇത് ക്ലേ ലെയർ ആണ്. ഇത് ക്ലേ ലെയറിന്റെ മിഡിലാണ്. ഇത്
2.5 മീറ്ററാണ്. ഗാമ ഈസ് ഈക്വൽ ടു 18 kN per മീറ്റർ ക്യൂബാണ്. വാട്ടർ ടേബിൾ ഇവിടെ വന്നു. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ ഇവിടെ വന്നു. വാട്ടർ ടേബിൾ ഇവിടെ വന്നപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേഷനെ കുറിച്ച് ഗാമ സാച്ചുറേറ്റഡ് അങ്ങനെയൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് തന്നിട്ടില്ലാത്ത കാരണം നമുക്ക് തന്നിരിക്കുന്ന ഗാമ തന്നെ എടുക്കാം. സോ സെറ്റിൽമെന്റ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുക. CC log to the base 10 sigma 0 bar plus delta sigma bar divided by sigma 0 bar throw into H0 divided by 1 plus E0. ഇതിനകത്ത് ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചാണ്. സിഗ്മ 0 ബാറിലാണ് ചേഞ്ച് വരുന്നത്. കാരണം വാട്ടർ ടേബിൾ വരുമ്പോഴത്തേക്ക് എഫക്റ്റീവ് സ്ട്രെസ്സിൽ ചേഞ്ച് വരും. ഇവിടെയാണ് എഫക്റ്റീവ് സ്ട്രെസ് നോക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടുപിടിക്കണേ. ഇവിടുത്തെ വാട്ടറിന്റെ 20 × 4 പ്ലസ് ഇത് 18 × 1.25. കാരണം ഇത്രയും ഭാഗത്തെ സോയിൽ മൂലമുള്ള സ്ട്രെസ് അത് സിഗ്മ 0 ആണ്. അപ്പോൾ സിഗ്മ 0 യു, ഇവിടുത്തെ യു എന്ന് പറയുന്നത് നേരത്തെ വാട്ടർ ടേബിൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വാട്ടർ ടേബിൾ ഉണ്ട്. ഇതിന് മുകളിലോട്ട് എത്ര ഹൈറ്റിലാണ് വാട്ടർ കിടക്കുന്നത്? 4 + 1.25 ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ 10 ഗാമ W × H ആണ്. ഗാമ W × 10 × 4 + 2.5 ഹൈറ്റിലാണ് വാട്ടർ കിടക്കുന്നത്. അതാണ് 52.5 kN. മോളിലത്തെ വാല്യൂ 102.5 kN ആണ്. ഇനി സിഗ്മ 0 ബാർ എന്ന് പറയുന്നത് സിഗ്മ 0 - U ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 50 kN ആണ്. ഇവിടുത്തെ CC എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ളതാണ്. 0.22 ക്വസ്റ്റ്യനിലുള്ളത് 0.22 നേരത്തെ തന്നിട്ടുണ്ട്. E എന്ന് പറയുന്നത് 1.3 ആണ്. H0 എന്ന് പറയുന്നത് ഇവിടുത്തെ തിക്നെസ് ആണ്. തിക്നെസ് എന്ന് പറയുന്നത് കിളയുടെ ലെയറിന്റെ തിക്നെസ് ആണ് 2.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു CC എന്ന് പറയുന്നത് 0.2 ലോഗ് ടു ദ ബേസ് 10. സിഗ്മ 0 ബാർ എന്ന് പറയുന്നത് 50 ആണ്. പ്ലസ് 30 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 1 + 1.3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0488 മീറ്റർ എന്ന് പറയുന്ന സെറ്റിൽമെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ വാട്ടർ ടേബിൾ ഇല്ല, രണ്ടാമത്തെ കേസിൽ വാട്ടർ ടേബിൾ ഉണ്ട്. വാട്ടർ ടേബിൾ വരുമ്പോഴത്തേക്കും ആകെ ചേഞ്ച് ഉള്ളത് സിഗ്മ 0 എന്ന് പറയുന്ന ആ വാല്യൂവിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ സിഗ്മ - U എന്ന് പറയുന്ന ഒരു ടേം കൂടെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ടേബിൾ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഉള്ളത്, വാട്ടർ ടേബിൾ വരുമ്പോഴത്തേക്ക് ഇവിടെ സാച്ചുറേറ്റഡ് അല്ലേ, ഇവിടുത്തെ ഗാമയുടെ വാല്യൂ ചേഞ്ച് ആവില്ലേ എന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ സാധാരണ സംശയം വരുന്നത്. സോ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ഗാമ സാച്ചുറേറ്റഡ് എക്സ്ട്രാ കണ്ടുപിടിക്കാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗാമ വെച്ചിട്ട് അത് ഗാമ സാച്ചുറേറ്റഡ് ആണ് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിച്ചിട്ടാണ് ഗാമ സാച്ചുറേറ്റഡ് × 4 ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഗാമ സാച്ചുറേറ്റഡ് നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്ത കാരണം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേസ് 1, രണ്ട് കേസ് ഉണ്ട്. ഒരെണ്ണം വാട്ടർ ടേബിൾ ഇല്ലാത്ത അവസ്ഥയിലും ഇത് വാട്ടർ ടേബിൾ ഉള്ള അവസ്ഥയിലും. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സെറ്റിൽമെന്റ്. ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇക്വേഷൻ ഇതാണ്.